നമസ്കാരം. യൂത്ത് ലീഗ് സംസ്ഥാന സമിതി അംഗത്തിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ആന്റോ ആന്റണി എംപിക്കെതിരെ ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പത്തനംതിട്ടയിലെ യൂത്ത് ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് അൻസാരിയാണ് ആന്റോ ആന്റണിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷനിൽ യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം നിതിൻ കിഷോറിനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വം UDF-നും കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും കത്ത് നൽകിയിരുന്നു. എന്നാൽ ലീഗിന്റെ ആവശ്യം ആന്റോ ആന്റണി MP ഇടപെട്ട് തള്ളിയതാണ് ഒരു വിഭാഗം നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് പകരം ഗ്രാമപഞ്ചായത്തുകളിൽ കൂടുതൽ സീറ്റ് വാഗ്ദാനം ചെയ്താണ് ലീഗിനെ അനുനയിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന സംവരണ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അനൂപ് വേങ്ങവിളയാണ് സ്ഥാനാർത്ഥി. കലഞ്ഞൂരിൽ നിന്നുള്ള അനൂപ് ആന്റോ ആന്റണിയുടെ നോമിനിയാണ്. ലീഗിന് വേണ്ടി നിതിൻ കിഷോറിനെ മത്സരിപ്പിക്കുന്നതിൽ ചിറ്റാൽ ഒരു വിഭാഗം കോൺഗ്രസുകാർക്കും താല്പര്യമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് അൻസാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിതിൻ കിഷോർ സ്ഥാനാർത്ഥിയല്ല. ജനസമിതിയുള്ള ഈ ലീഗ് പ്രവർത്തകനെ UDF സ്ഥാനാർത്ഥിയാക്കിയാൽ സാമുദായിക സന്തുലിതാവസ്ഥ തകർന്നു പോകുമെന്നാണ് ആന്റോ ആന്റണി MPയുടെ വാദം. നിതിൻ കിഷോറിന്റെ പേര് ചിറ്റാർ ഡിവിഷനിലേക്ക് നിർദ്ദേശിച്ചത് ലീഗുകാർക്ക് മുമ്പേ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമായിരുന്നു. മുസ്ലിം ലീഗ് പാർട്ടി ഒരു അവകാശവാദത്തിന് നിന്നില്ല. സ്ഥിരമായി സീറ്റ് വേണമെന്നോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നോ പറഞ്ഞില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് നിതിന്റെ പേര് വന്നത്. സീറ്റ് നിതിന് നൽകാതിരിക്കുന്നതിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാവും. പക്ഷെ ലീഗുകാർ മത്സരിച്ചാൽ മറ്റേ സാധനം തകർന്നു പോകുമെന്ന് പറഞ്ഞ ന്യായം എന്തായാലും കൊള്ളാം. ആന്റോ ആന്റണി പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ പാലിക്കപ്പെടുന്ന സന്തുലനം പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മാത്രം തകരുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലയിൽ കോൺഗ്രസ് കണ്ടാഗ്രസ് പണി തുടരുകയാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ 3-ാം വാർഡിൽ, പഴയ 13-ാം വാർഡിൽ ലീഗിന് സീറ്റ് കൊടുത്തിട്ട് റിബലിനെ നിർത്തുന്ന സ്ഥിരം പരിപാടി മാറ്റി സീറ്റ് അങ്ങ് ഏറ്റെടുത്തു. അടൂർ മുനിസിപ്പാലിറ്റി 21-ാം വാർഡും പള്ളിക്കൽ പഞ്ചായത്തിലെ ലീഗ് മത്സരിക്കുന്ന വാർഡും കോൺഗ്രസ് എടുത്തു. കൊടുക്കാതെ എടുക്കുമോ എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നു. കോന്നിയിൽ കോൺഗ്രസ് പ്രവർത്തകയെ ലീഗ് സീറ്റിൽ സ്വതന്ത്രയാക്കിയതാണ് തന്ത്രം. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ഈ ഗതിയാകുമെന്ന് ആത്മകഥം ചെയ്യാനല്ലാതെ ലീഗുകാർക്ക് എന്തു ചെയ്യാനാകും? അഭിമാനകരമായ അസ്തിത്വം എന്ന ലീഗ് സ്ഥാപകന്റെ ഈ മുദ്രാവാക്യം ഈ ജില്ലയിൽ പ്രസക്തമല്ല. അതിന്റെ പിന്നാമ്പുറം പിന്നെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് 4 മാസത്തിന് ശേഷം നിയമസഭയിൽ മത്സരിക്കുന്നത് എന്ന് ഓർക്കണം. കോട്ടയം ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ തർക്കമാണ് മാണി സാറിനെ UDF വിടാൻ പ്രേരിപ്പിച്ചതും കേരള രാഷ്ട്രീയം ഒരു സ്ഥിരമാറ്റത്തിലേക്ക് മാറിയതുമെന്ന് ഇടയ്ക്കോർക്കുന്നതും നേതാക്കൾക്ക് നല്ലതാണെന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ആന്റോ ആന്റണി MPക്കെതിരെയാണ് ആ കുറിപ്പ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കോൺഗ്രസിനുള്ളിൽ തന്നെ തുടരുകയാണ്. കോൺഗ്രസിന്റെ കാസർഗോഡ് നേതാക്കന്മാർ തമ്മിലടിച്ചത് ഉൾപ്പെടെ വലിയ വാർത്തയായിരുന്നു. തെരഞ്ഞെടുപ്പായപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവിധയിടങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ്. നിരവധി ആളുകൾ പാർട്ടി വിട്ട സാഹചര്യവുമുണ്ട്.